Hello guys, welcome back to my channel Basil and Entertainment Vlogs. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അക്കോ ക്യാച്ച് സോറി അല്ലേ. അപ്പോൾ അതെ ഇത് നമ്മൾ ഒരു ഇയർഫോണാണ്. ട്രാൻസ് എന്ന് പറഞ്ഞൊരു ഇയർഫോണാണ്. ഇവിടെ എന്താണ്ട് ഇതിൻ്റെ സ്റ്റെറിയോ ഇയർഫോൺ വിത്ത് മൈക്രോ. ഇത് ഇയർഫോണിന് ചെയ്തിട്ടുണ്ട്, പിന്നെ മൈക്രോഫോണിന് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മൈക്കും കൂടെ ഉള്ളതാണ്. ഇതിന് ഇത് ഇന്നലെ വാർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ഹെഡ്ഫോൺ സൗണ്ട് ടു പ്രോപ്പർ വോളിയം ലെവൽ. ഉണ്ടോ വാണി. ഇവിടെ നമുക്ക് നമ്മുടെ ഇത് കാണാൻ പറ്റും. എന്താ ഇയർഫോൺ ഈ ഹെഡ്സെറ്റ് കാണാൻ പറ്റും. ഇത് തൂക്കി പിടിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റും. തൂക്കി പിടിച്ചിട്ട് പിന്നെ സ്പീക്കർ സൈസ് ഇത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. HD പവർഫുൾ സൗണ്ട് യൂണിവേഴ്സൽ. ഇതിനകത്ത് കുറേ എന്നൊക്കെ മില്ലിമീറ്ററിൻ്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്യാം, ഭയങ്കര പാടാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഈ അക്കുൻ്റെ മൊബൈലിൽ നമുക്കിതൊന്ന് വർക്ക് ട്രൈ നോക്കാം. ട്രാൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതെ ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഈ കവർ കൂടി ഒരു നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ടോ. ഇവിടെ ഫസ്റ്റ് ഈ ബാഗ് കൊടുക്കും, എന്നിട്ട് പയ്യെ അത് പൊക്കലിയത് വിട്ടു. ഇത് രണ്ടും കൊടുക്കില്ല. ഇത് ഒരു നല്ല ഇതിലുള്ള പാക്കിങ്ങിലാണ്. പിന്നെ ദേ ഇയർഫോണിൻ്റെ ദേ ഇവിടെ അങ്ങോട്ട് കാണിക്കാൻ നല്ല കാണുകളോ കറക്റ്റ് പറഞ്ഞുകൊണ്ട്. ഈ അറ്റത്തൊരു സോഫ്റ്റ് ആയിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നറിയില്ല. അത് ചിലപ്പോൾ നമ്മുടെ ഇതേപോലത്തെ ഇയർഫോൺ ആയതുകൊണ്ട് ചെവിക്ക് വേദനയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇതൊരു സാധനം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കാം, ഇത് നമുക്ക് ആവശ്യം വരും. ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ നേരത്ത് നല്ല നീട്ടമുണ്ട്. ഇനി നമുക്ക് അക്കുൻ്റെ മൊബൈലിൽ കുത്തി നോക്കാം. ലോക്കർക്ക് അതിനെല്ലാം സെക്യൂരിറ്റി ആയിട്ടുള്ളതാണ്. സെക്യൂരിറ്റി സിസ്റ്റം. ഇനി നമുക്ക് ചെവിയിൽ വെച്ചിട്ട് വർക്കാവും നോക്കാം. നല്ലതാണോ നോക്കാം. സൗണ്ട് എങ്ങനെയുണ്ട് ഒക്കെ നോക്കാം. മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ, ഓണാക്കാനായി. പിന്നെ ഇതിന് വേറൊരു ഫീച്ചർ ഉണ്ടാ. എന്താ, നമുക്കിപ്പോൾ മൈക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനില്ലെങ്കിൽ ഇത് മൈക്കാക്കി ബേസിക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്നറിയോ, ഇതെടുത്തിനകത്തേക്ക് കുത്തിയാൽ സംസാരിക്കാൻ പറ്റും. നമുക്ക് മൈക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഈ ക്ലിപ്പ് എടുത്ത് നമ്മുടെ ഈ ഫോണിലോട്ട് കുത്തിയിട്ട് ഇത് ഈ സാധനം ഇങ്ങനെ സംസാരിച്ച മൈക്കാവും. ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാ. ഇതൊക്കെ ഇങ്ങനെ ചുരുണ്ട് പിടിക്കണം. നേരെ പാക്കിങ്ങിന് കുഴപ്പം. പാക്കിങ്ങിന് പക്ഷെ സേഫ്റ്റി ആയിട്ടാണ് കൊണ്ടുവന്നേക്കണത്. കെട്ടുപണങ്ങിയിരിക്കും. സാനിറ്റൈസ് ചെയ്തായിരുന്നോ? ബംഗാളി ഓടാണെന്ന് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് ചെവിയിൽ വെക്കാൻ നേരത്തൊരു വേദനയൊന്നും എടുക്കൂല. ചെവിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നും കേൾക്കുമല്ല. തള്ളി കയറ്റേണ്ടി വരും. ഓക്കെ, കണ്ടത്. ഇന്ന് നമുക്ക് ഫോട്ടോ ഇതെടുക്കും. ഞാൻ എടുത്ത് കാണിച്ചുതരാം. എൻ്റെ മ്യൂസിക് ഒന്നും നല്ല ബാസൊക്കെ ഉണ്ട്. അപ്പോൾ ചേമാരെ ഒരു ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കവറൊക്കെ കാട്ടിക്കളയാം. നല്ല സൗണ്ട് ഉണ്ട്. ഫുൾ വോളിയത്തിലാണോ നോക്കി? നീ പറയണ എന്താ? ഫുൾ വോളിയത്തിലാണോ? നല്ല സെറ്റപ്പാ. ഒരു മിനിറ്റ്, മാസ്ക് ആ വോളിയം ഒന്ന് കൂട്ടിയേ. എന്ത് സൗണ്ടാണ്? സൂപ്പറല്ലേ? എന്ത് സൗണ്ടാണ്? പൊളിയല്ലേ? പിന്നിലണ്ടി അമ്മേ
നല്ല സൗണ്ട് ഉണ്ട്. നല്ലോണം വേദന. പൈസ എടുത്തതിന് ഉപയോഗമുണ്ട്. ഇനി എത്രടാ? ഇതിന് എത്ര രൂപ അറിയില്ല. സൗദിയിൽ കൊണ്ടുവന്ന അമ്മേ. ഇവന്റെ കസിൻ കൊണ്ടുവന്നല്ലേ? അയ്യോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഊരാനും പറ്റുള്ള പയ്യെ തിരിച്ചൂര്, കറക്കി വരും. അങ്ങനെയാണ് ഊരേണ്ടത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഇതിന്റെ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ചെവി വേദന എടുക്കാതിരിക്കാൻ അറ്റത്തൊരു സോഫ്റ്റ് സാധനം. ഇതിന്റെ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണ്ട, നേരെ സൗദിക്ക് കിട്ടും, അവിടെ കിട്ടും. ഇത് നമുക്ക് അയ്യോ ഇതിന്റെ ഒരു ഇനി നമുക്കിത് അങ്ങനെ തന്നെ വെക്കാം. ഇത് ഇവന്റെ ആരാടാ കൊണ്ടുവന്നത്? നിന്റെ പൊന്നുല്ലേ? പൊന്നു നമ്മുടെ വീഡിയോയിലേക്ക് എപ്പോഴും വരുന്ന പൊന്നുവിന്റെ അമ്മ കൊണ്ടതാണ്. ഇതിന്റെ കൊറേ അൺബോക്സ് ചെയ്യാനൊക്കെ ഉണ്ട്. കൊറേ കൊണ്ടുവന്നുണ്ടോ? അവക്കും ഒരു ഇതുണ്ട്, ചാനലുണ്ട്. അവൾക്കും കൂടെ കൊണ്ടുവന്നുണ്ടോ? കൊണ്ടുവന്നല്ലോ. നമ്മൾ അതേപോലെ തന്നെ വെക്കാം. ഈ പെട്ടി കളയണ്ട കേട്ടാ. കളയണ ഇത് ഇതിന്റെ വാറന്റി ഒക്കെ ചിലപ്പോ ഇതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. നീ സൗദിക്കുണ്ടോ വാറന്റിക്ക്? സൗദിക്കുണ്ടോ വാറന്റിക്ക്? ഇത് പിന്നെ എന്റെ ചേട്ടായി കൂട്ടായി പറഞ്ഞു ഇത് പെട്ടെന്ന് പോകുന്നൊക്കെയാ പറയണ. പറയാൻ പറ്റില്ല, യൂസ് ചെയ്ത പോലെ ഇരിക്കും. പക്ഷെ നല്ലതാണ്, നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ബാസ് ഉണ്ട്. ബാസ് നല്ല ബാസ്. വെറുതെ അല്ല, ഇതിനകത്ത് ഇതേ പവർഫുൾ സൗണ്ട് എന്നൊക്കെ എഴുതിയുണ്ട്. എവിടെ? തട്ടിപ്പല്ലാന്ന് മനസ്സിലാക്കാലോ. എവിടെ? ഇവിടെ HD-യുടെ ഉണ്ട്. കാണിച്ചു തരാ. പവർഫുൾ സൗണ്ട് HD യൂണിവേഴ്സൽ 3.5 മില്ലീമീറ്റർ പ്ലഗ്. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് ഏതോ മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈനയാണെങ്കിൽ എന്താ ട്രാൻസ്. നമ്മുടെ ഹെഡ്ഫോൺസിന്റെ ഇവിടെ ട്രാൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ ട്രാൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഉള്ള പോലെ എന്തൊരു പേപ്പർ എന്താണ്ട് കൂപ്പൺ പോലെ. അത് അവരുടെ കമ്പനിയുടെ ടാഗാണത്. കൊള്ളാം സാധനം. എന്ത് സൗണ്ടായിരുന്നു, ചെവി അടിച്ച പോലെ. സ്പെക്ക് ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്പെക്ക് ഒക്കെ ഒന്ന് കണ്ടു. ക്വാളിറ്റിയാണോ? സ്പീക്കർ സൈസ് 15.4 മില്ലിമീറ്റർ. നമുക്കിത് എടുത്തു വെക്കാം. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്കൊരു കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. സ്ക്വയർ ഷേപ്പിലാണ് ഇതിന്റെ ഇവിടെ വെച്ചേക്കണം. അതുകൊണ്ട് നമ്മൾ വട്ടത്തിലാണ് വെച്ചേക്കണത്. ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കി വെക്കണം. അയ്യോ നിന്ന് ഇവിടെ. അപ്പൊ ക്ലൈമറ്റ് ഒക്കെ നല്ല ഇരുണ്ടിട്ടാണ്. അപ്പൊ വീഡിയോ വെക്കാറായി. അതുകൊണ്ടാണ് ഞങ്ങള് പാടത്താണ് ഇരിക്കുന്നത്. കണ്ടോ, ഷീറ്റൊക്കെ ഇട്ട് അവിടെയാണ് ഇരിക്കുന്നത്. എപ്പോൾ മഴ പെയ്താൽ എപ്പോൾ നമ്മൾ നനയുന്നതായിരിക്കും. ഇത് മിക്കവാറും 8 മിനിറ്റ് വീഡിയോ ഉണ്ട്. ഇത് നമുക്ക് ഇതൊന്ന് കയറ്റി വെക്കണം. ഇത് ഇരുന്നോലെ തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അതല്ലേ നമുക്ക് കാണാനൊരു ഭംഗി. എപ്പോഴും അൺബോക്സ് ചെയ്തുകൊണ്ട് കിടക്കാം. എപ്പോഴും ഇതിങ്ങനെ കവർ തൂക്കി പിടിച്ചോണ്ട് കിടക്കാം. ഇതിന് പാക്കിങ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കൊള്ളാ, നല്ല ക്വാളിറ്റി ഉണ്ട്. നിലത്തി അടിയൊന്നും പോവില്ല. ഹെഡ്സെറ്റിന്റെ കാര്യം പറയാൻ പറ്റില്ല, പക്ഷെ കവറൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ തന്നേക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും തള്ളിപ്പറിച്ച് കയറ്റി വെക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കിച്ചുവിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് കിച്ചു ഉണ്ടല്ലോ, ആ കളിപ്പാട്ടം എപ്പോൾ നോക്കിയാലും സ്റ്റെപ്പ് കയറി മേളിലോട്ട് കയറി ചെന്നിട്ട് അവിടെ നിന്ന് ആ കളിപ്പാട്ട് എടുത്ത് നിലത്തിടും. പിന്നെ കയറി ചെന്ന് അവിടെ നിന്ന് നിലത്തിടും. അതാണ് കിച്ചുവിന്റെ സ്ഥിരം പരിപാടി. ഏത് താഴത്തേട്ടിടും? താഴത്ത് സ്റ്റെപ്പ് കയറി മേളിൽ പോയിട്ട് അവിടെ നിന്ന് താഴെ ചിലപ്പോ ഉണ്ടല്ലോ താഴെ ബാൽക്കണി പോയി ഇരുന്നിട്ട് ബാൽക്കണിന്ന് ആ കളിപ്പാട്ട് എടുത്തെറിയും. അതാണ് കിച്ചുവിന്റെ പരിപാടി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ കറുത്തിരിക്കും. കാരണം വെയിലടിക്കുമ്പോ ഇത് നമുക്കിനി പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയായിരുന്നു നമ്മുടെ അമ്മു. അവള് പ്രൊമോട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ
നോക്ക് നമുക്ക് തൂക്കി പിടിച്ചോണ്ട് പോകാൻ നമുക്ക് കടയിലൊക്കെ എങ്ങനെയായിരിക്കും എല്ലാവരും വെക്കണത്? കടയിലൊരു പാക്കറ്റ് പോലെ ആയിട്ടുള്ളത്. ചില ഹെഡ്ഫോൺസ് അങ്ങനെ ഇരിക്കും തരുന്നത്. പക്ഷെ നല്ല ചില ഹെഡ്ഫോൺസ് ഇങ്ങനെയും തരും, ചില നല്ല ഒരു ഇതിൽ സാധാരണ. ഇത് നല്ലതാട്ടോ, നല്ല ബാസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓണാണെങ്കിൽ ചിലപ്പോഴൊക്കെ കമൻറ്റ് ബോക്സ് ഓഫായി പോകും, അതാണ് പ്രശ്നം. കിഡ്സ് ഞങ്ങളെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകാറുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കേട്ടോ. എല്ലാവർക്കും ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഗുഡ് ബൈ.